الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചും അവന് വഴിപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും ജീവിതത്തിലുടനീളം മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. താബിഈകളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു അലി ഇബ്നുൽ ഹുസൈൻ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കയ്യിൽ അല്പം സമ്പത്തുള്ള വ്യക്തിയായിരുന്നു. സമ്പത്തുണ്ടായിരുന്നിട്ടും അദ്ദേഹം അത് വിനിയോഗിക്കുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയപ്പോൾ ആളുകൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി. കാശുണ്ടായിട്ടും പണം ചിലവഴിക്കാത്ത വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ മോശമായ നിലക്ക് സംസാരിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന സ്വദഖത സിർരി തുത്ഫി ഗളബ റബ്ബ്. അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്നതാണ് രഹസ്യമായ സ്വദഖ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ച സന്ദർഭം, അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടെയാണ് ജനങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ നാട്ടിലെ 100-ലധികം കുടുംബങ്ങൾക്ക് നിത്യേന ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണം ആളുകൾ കൂർക്കം വലിച്ചുറങ്ങുന്ന രാത്രിയിൽ സ്വന്തം ചുമലിലേറ്റി പാവങ്ങളുടെ വീട്ടുകോലായിൽ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ മഹാമനുഷ്യനായിരുന്നു എന്ന് ആളുകൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. സഹോദരന്മാരെ, പ്രകടനപരതയുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, സ്റ്റാറ്റസിന്റെയും ഷെയറിന്റെയും കമന്റിന്റെയും ലൈക്കിന്റെയും ലോകത്ത് ജീവിക്കുന്ന നമ്മൾ,
സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന നിരവധി അബദ്ധങ്ങളെ മറച്ചുപിടിച്ച് ആളുകളുടെ മുന്നിൽ മാന്യതയുടെ മുഖം മൂടി ധരിച്ച് ജീവിക്കാൻ പെടാപാടുപെടുന്ന നമ്മൾ, ഭാര്യയും ഭർത്താവും അകലത്തിലാണെങ്കിലും ആളുകളുടെ മുന്നിൽ ഏറ്റവും സ്നേഹത്തിലാണെന്ന് അഭിനയിച്ച് കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മയെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന നമ്മൾ, തിന്മയെ, നമ്മുടെ പോരായ്മകളെ ആളുകളുടെ മുന്നിൽ വെളിവാക്കാൻ ധൈര്യപ്പെടാത്ത നമ്മൾ, ആ ഒരു സമീപനം സ്വീകരിക്കുന്ന അതിനേക്കാൾ ഗൗരവത്തോടുകൂടെ നാം നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നന്മകൾ എല്ലാം ആളുകളുടെ മുന്നിൽ പറയാനും ആളുകളുടെ മുന്നിൽ പ്രചരിപ്പിക്കാനും അതിന്റെ പബ്ലിസിറ്റി നേടിയെടുക്കാനും ഉള്ളതല്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. തിന്മകളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നമ്മുടെ നന്മകളെ മറച്ചുവെക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബൂ ഹാസിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഉക്തും ഹസനാതിക് അശദ്ദു മിമ്മ തെക്തും സയ്യിആതിക്. നിന്റെ പാപങ്ങളെ നീ മറച്ചുവെക്കാൻ എത്ര കണിശത കാണിക്കുന്നുവോ അതിനേക്കാൾ ഉപരി നീ നിന്റെ നന്മകളെ മറച്ചുവെക്കാൻ ശ്രമിക്കണമെന്നാണ്. പത്രത്തിൽ വരാത്ത, ആളുകൾ അറിയാത്ത, ആളുകളോട് കൊട്ടിപ്പാടിയിട്ടില്ലാത്ത, വിവിധങ്ങളായ നിലക്ക് സ്റ്റാറ്റസ് വെച്ച് അറിയിക്കാത്ത നന്മകൾ പടച്ചറബിലേക്ക് ഉണ്ടായിരിക്കണമെന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. മനിസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബീഉം മിൻ അമലിൻ സാലിഹിൻ ഫല്യഫ്അൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മയുടെ ചില ഭാഗങ്ങൾ, ആളുകൾ അറിയാത്ത ചില ശേഖരങ്ങൾ, ചില നിധികളായിട്ട് ചില നന്മകളെ ആരുമറിയാതെ, കിടപ്പറ പങ്കിടുന്ന ഭാര്യ ഭർത്താവ് അറിയാത്ത, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മക്കൾ അറിയാത്ത, നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ നാട്ടുകാരും അറിയാത്ത, നമ്മുടെ കുടുംബവും പരിചയവും നാടും അറിയാത്ത, മീഡിയകളിൽ പബ്ലിസിറ്റി വരാത്ത രഹസ്യമായ സൽക്രമങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സ്വഹാബത്തിനെ കുറിച്ച് ഹസൻ റഹിമഹുല്ല പറയുകയാണ്, അദ്ദേഹം സലഫ് സ്വാലിഹികളെ കുറിച്ച് പറയുന്നത്, ഞാൻ ഒരു ജനതയെ കണ്ടു എന്നാണ്. അവർ രഹസ്യമായി ചെയ്യാൻ സാധിക്കുന്ന നന്മകളെ പരസ്യമായി ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ പരസ്യമായി ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ രഹസ്യമായിട്ടാണല്ലോ നിർവഹിക്കുന്നത് ഉത്തമം എന്ന് വിചാരിച്ച് വീട്ടിൽ നിർവഹിക്കാൻ നമുക്കാവില്ല. ബാങ്ക് കേൾക്കുന്നുണ്ടോ, നീ പള്ളിയിൽ വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണു കാണാത്ത അന്ധനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ ജമാഅത്തിന് പള്ളിയിലെത്തൽ നിർബന്ധമാണ്. ഒരു പൊതു കലക്ഷൻ എടുക്കുമ്പോൾ അത് ആളുകൾ കാണുമോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള റിയാ ആണ്. അത് വേറെ തരത്തിലുള്ള ഒരു ലോകമാന്യതയാണെന്ന് ഇസ്ലാമിക പ്രമാണം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ കാണുകയെ ചെയ്യാനുള്ള സാധ്യതയുള്ള സാഹചര്യമുള്ള നന്മകളെ നമ്മൾ ആളുകൾ കാണുമോ എന്ന് വിചാരിച്ച് മാറ്റിവെക്കേണ്ടതില്ല. അവിടങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ നന്മകൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ പരമാവധി ആളുകൾ കാണാതെ ചെയ്യാൻ സാധിക്കുന്ന നന്മകളെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കഥ, ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഗുഹാമുഖം അടഞ്ഞുപോയ 3 പേർ, ഗുഹയിൽ താൽക്കാലികമായി അഭയം പ്രാപിച്ചവർ. മലമുകളിൽ നിന്ന് വലിയൊരു പാറ ഉരുണ്ടുവന്ന് ഗുഹാമുഖം അടഞ്ഞുപോയി. 3 പേരും ശക്തമായി തള്ളി നോക്കി കാണണം, അതിനെ തങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു കാണണം. പക്ഷേ 3 പേരുടെ ശക്തിയെക്കാളും വലിയ ഭാരമുള്ളതാണ് അതിന്റെ ആ പാറയുടെ ഭാരം എന്ന് പറയുന്നത്. അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്തെ തുറന്നുകൊടുത്തത് സുഹൃത്തുക്കളെ 3 രഹസ്യമായ കർമ്മങ്ങളായിരുന്നു. 3 പേരും തീരുമാനിച്ചു, പടച്ചറബിന്റെ മുന്നിൽ നമുക്ക് നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ എടുത്തു പ്രാർത്ഥിക്കാമെന്ന്. അതിൽ ഒന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചു, പ്രായമായ എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ എന്റെ മക്കളെ ഊട്ടാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ എന്റെ മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ട്, മക്കൾ ഉറങ്ങിയിട്ടില്ല. മാതാപിതാക്കൾക്ക് തീറ്റിച്ചിട്ടേ ഞാൻ മക്കൾക്ക് തീറ്റ കൊടുക്കാറുള്ളൂ, ഭക്ഷണം കൊടുക്കാറുള്ളൂ. അദ്ദേഹം നേരെ പോയിട്ട് മാതാവും പിതാവും ഉറങ്ങുന്ന റൂമിന്റെ മുന്നിൽ കോലായിൽ പോയിരുന്നു. സുബഹാകും വരേക്കും അവർ ഉറങ്ങുകയായിരുന്നു. അവർ ഉണരും വരേക്കും ആ കോലായിൽ നിന്നു ഭക്ഷണം ചോദിച്ച അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ അദ്ദേഹത്തിന്റെ പിഞ്ചുമക്കൾ ഉറങ്ങിപ്പോയിട്ടും സ്വന്തം മാതാപിതാക്കളെ ഊട്ടാതെ സ്വന്തം മക്കളെ ഊട്ടാറുണ്ടായിരുന്നില്ല. അല്ലാഹുവേ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രായമെത്തിയ മാതാപിതാക്കളോടുള്ള ഈ സ്നേഹവും വാത്സല്യവും ഞാൻ കാണിച്ചത് നിന്റെ പിരിശത്തിന് വേണ്ടിയാണ്. ഇത് ലോകത്തൊരാൾക്കും അറിയില്ലെങ്കിൽ പോലും നിനക്കറിയാൻ പടച്ചോനെ, അതുകൊണ്ട് നീ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് അടഞ്ഞുപോയ പാറ 3-1 തുറന്നു. രണ്ടാമത്തെ വ്യക്തി
തന്റെ കുടുംബത്തിലെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവളുടെ സൗന്ദര്യത്തിലും അവളുടെ ആകാരത്തിലും ആകൃഷ്ടനായ, കുടുംബത്തിൽപ്പെട്ട തന്നെ തന്റെ ഏറ്റവും കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റിയ കോലത്തിലുള്ള ഏറ്റവും നിയറസ്റ്റ് ഫാമിലി മെമ്പറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവളുമായി തന്റെ ജീവിതം പങ്കുവെക്കാൻ അദ്ദേഹം ഒരുപാട് ആശിച്ചിരുന്നു. പക്ഷെ അവസരം ഒത്തിണങ്ങി വന്നില്ല. നാട്ടിൽ ക്ഷാമം വന്നപ്പോൾ ആ പെൺകുട്ടി പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്പം സാമ്പത്തിക സുസ്ഥിരതയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സഹായം ചോദിച്ചു. അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു. ജീവിതത്തിൽ ഒരുപാട് കാലമായി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ നീ എനിക്ക് സമ്മതം നൽകിയാൽ നിന്നെ ഞാൻ സഹായിക്കാം എന്ന നിബന്ധനയിൽ നിർബന്ധവശാൽ ആ പെൺകുട്ടി അയാളുടെ ആഗ്രഹത്തിന് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ആഗ്രഹിച്ച് നടന്ന ആ ഒരു നിമിഷം സന്നിഹിതമാകുന്ന ആ ഘട്ടത്തിൽ ആ പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന്. അന്യായമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പാടില്ലാത്തൊരു ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന ചോദ്യം കേട്ടപ്പോൾ, അള്ളാഹ് എന്ന നാമം കേട്ടപ്പോഴേക്ക് ആ ഇസ്മുൽ ജലാല അദ്ദേഹത്തിന്റെ ഹൃത്തടത്തിലുണ്ടാക്കിയ ആ ഒരു വിറയിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്തൊരു മൊമെന്റാണ് ഇത്തരം ശഹവത്തിന്റെ ഘട്ടമെന്ന് പറയുന്നത്. എല്ലാവരും വീണുപോകുന്ന ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹ് എന്ന് കേട്ടപ്പോൾ എണീറ്റ് ഓടാൻ അദ്ദേഹത്തിന് സാധ്യമായത് അദ്ദേഹത്തിന്റെ ഹൃത്തടത്തിൽ പടച്ച റബ്ബിനുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു വഖാറും ആ ഒരു സ്ഥാനവും അള്ളാഹ് എന്ന നാമത്തിന്റെ ആ ഒരു വല്ലാത്ത ജലാലത്തുമാണെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഗുഹാമുഖത്തിന്റെ രണ്ടാമത്തെ പാതി, 2 ഭാഗം തുറക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ വീട്ടിലൊരു ജോലിക്കാരൻ വന്നു, അദ്ദേഹം കൂലി വാങ്ങാതെ തിരിച്ചുപോയി. വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ കൂലി കൊണ്ട് ഞാനൊരു ഒട്ടകത്തെ വാങ്ങി. ആ ഒട്ടകം പെറ്റുപെരുകി ഒരു താഴ്വാരം നിറച്ചും ഒട്ടകങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അയാൾ തന്റെ കൂലിയും ചോദിച്ച് തന്റെ അടുക്കൽ വന്നപ്പോൾ താഴ്വാരം നോക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു അത്രേ, ഇത് മുഴുവൻ നിന്റെ കൂലിയാണ്, ഇത് മുഴുവൻ നിന്റേതാണ്, നീ എടുത്തുകൊള്ളുക എന്നാണ്. അതായത് മൂലധനം ഇറക്കിയത് ഇവന്റെ ഈ പൈസ കൊണ്ടാണ്, ഇവന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പെണ്ണൊട്ടകത്തെ അദ്ദേഹം വാങ്ങിയത്. അത് പെറ്റുപെരുകി വളർന്നുണ്ടായത് മുഴുവൻ നിന്റേതാണ് എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ജോലിക്കാരന് ഒരു താഴ്വാരം മുഴുക്കെ ഉരുക്കള നൽകിയത് അള്ളാഹു നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയും. ICUവിന്റെ മുമ്പിൽ, CCUവിന്റെ മുന്നിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്നറിയുന്ന പകച്ചു നിൽക്കുന്ന ആ ഘട്ടത്തിൽ ആകാശത്തേക്ക് ഉയർത്താൻ നമ്മുടെ കയ്യിൽ വല്ല കർമ്മങ്ങളുമുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കണം. ചെയ്യുന്നതാകട്ടെ കുറച്ചാണ്. ആ കുറച്ചുള്ള കർമ്മങ്ങളാകട്ടെ പാടി നടക്കുകയാണ്. ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ സ്വതക്കയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാനാണത് ചെയ്തത്, ഞാനാണത് കൊടുത്തത്, ഞാൻ ഇത്ര കൊടുത്തു, ഞാൻ അത്ര കൊടുത്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പെരുമയും പത്രാസും പറയുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ഈ ദുനിയാവിൽ മാത്രമാണ്. ആരെങ്കിലും ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്താൽ യുറാഇ ബിഹിന്നാസ്, ജനങ്ങളെ കൊണ്ട് അയാളുടെ ശ്രമകരമായ അധ്വാനത്തെ കാണിച്ചു കൊടുക്കുകയും ആളുകളുടെ പ്രശംസ ആഗ്രഹിച്ചാൽ അവന് ആളുകളാൽ അള്ളാഹു പ്രശംസ നൽകുകയും ചെയ്യും എന്നാണ്. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന് അള്ളാഹു ദുനിയാവിൽ അവന് വേണ്ട പ്രശംസയും ആ ഒരു സ്ഥാനമാനവും കൊടുക്കും. ചില ആളുകളുണ്ടാവും, കുറച്ച് വാലാട്ടികളുണ്ടാവും, നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലായിരുന്നു കേട്ടോ, അപ്പൊ നമുക്കൊരു സുഖം, അയാളിങ്ങനെ പറയുമ്പോ നമുക്കും ഒരു സുഖം. നാളെ പരലോകത്ത് കർമ്മങ്ങൾക്ക് പുണ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണെന്നറിയോ? ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. മസീഹു ദജ്ജാലിന്റെ ഫിത്നയെക്കുറിച്ച് ഈ ഉമ്മത്തിന് നേരിടാനുള്ള ഏറ്റവും വലിയ ഫിത്നയാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. ആ ദജ്ജാലിന്റെ ഫിത്നയെക്കുറിച്ച് പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ പള്ളിയിലിരുന്ന് സ്വഹാബത്ത് ചർച്ച ചെയ്യുകയാണ് മസീഹു ദജ്ജാലിനെ കുറിച്ച്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, മസീഹു ദജ്ജാലിന്റെ ഫിത്നയെക്കാളും സ്വഹാബത്തെ നിങ്ങളിൽ ഞാൻ ഭയക്കുന്ന ഫിത്ന അത് ചെറിയ ശിർക്കാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമശ്ശിർഖുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ചെറിയ ശിർക്ക് എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ, ലോകമാന്യതയാണ്. എന്താണ് ലോകമാന്യത? ജനങ്ങൾ കാൺകെ നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ കാണാൻ വേണ്ടി അയാളുടെ നിസ്കാരം നന്നാക്കുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യം നരകത്തിൽ പോകുന്ന 3 പേർ തെറ്റ് ചെയ്തിട്ടല്ല പോയത്, പുണ്യം ചെയ്തിട്ടാണ് പോയത്. യുദ്ധക്കളത്തിൽ മരിച്ചു വീണ മനുഷ്യൻ ലിയുഖാല ജരീഉൻ, ഞാനൊരു യോദ്ധാവാണെന്നറിയാൻ വേണ്ടിയിട്ട് പോരാടി. നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച മതപണ്ഡിതന്മാരായ ആളുകൾക്ക് നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുകയാണ്. എന്തേ?
ആളുകൾ താൻ നല്ല ഒരു ഖാരിയാണെന്ന് പറയാൻ, താൻ നല്ലൊരു ഖതീബാണെന്ന് പറയാൻ, താൻ നല്ലൊരു പ്രബോധകനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ദഅ്വാ രംഗത്തിറങ്ങി പുറപ്പെട്ട പണ്ഡിതന്മാരാണ് രണ്ടാമത് നരകത്തിൽ പോകുന്നത്. മൂന്നാമത്തത് കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത്, നന്മയുടെ മാർഗത്തിൽ കൊടുത്ത് ഫഖീറായി മരിച്ചവൻ. എന്തിനാ കൊടുത്തത്? ആളുകൾ പറയണം ഇവൻ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയണം, അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകളുടെ പ്രശംസയല്ല നമുക്ക് വേണ്ടത്. സ്വർഗം പടപ്പുകളുടേതല്ല, നരകം പടപ്പുകളുടേതല്ല, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും പടപ്പുകളുടേതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അള്ളാന്റെ സ്വർഗം കിട്ടണോ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്മ ചെയ്യണം. പരസ്യമായിട്ട് ചെയ്യുന്നതും രഹസ്യമായിട്ട് ചെയ്യുന്നതും അല്ലേ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് ഒരു വാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്ദിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്കറിയോ, സലഫുകൾ പറയാണ്, ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തെന്ന് നമ്മൾ പറയരുത്. അതൊന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലേ. അതുപോലും പറയില്ല സലഫുകൾ. അല്ല, ഞാൻ അങ്ങോട്ട് ചെയ്തതിന് നിങ്ങൾ പ്രത്യുത്തരമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ, അതുപോലും പറയില്ല അവര്. കാരണം ഞാൻ ചെയ്തതിന് ഒന്നും നിങ്ങൾ തരണം, നിങ്ങൾ പ്രാർത്ഥിക്കും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കും വേണ്ട, എല്ലാം എനിക്ക് എന്റെ പടച്ചവന്റെ അടുത്ത് തന്നെ വേണം എന്നതായിരുന്നു സുഹൃത്തുക്കളെ സലഫുകളുടെ ആ ഒരു മനസ്സ്. അതുകൊണ്ട് പരസ്യപ്പെടുത്തുക, പ്രശംസ നേടുക, ആളുകളുടെ മുന്നിൽ സ്റ്റാർ ആവുക, സ്വയം പബ്ലിസിറ്റി നടത്തിയിട്ട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുക, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. രഹസ്യമായിട്ട് യുദ്ധക്കളത്തിൽ, മുഖം മറച്ച് യുദ്ധക്കളത്തിൽ പ്രവേശിച്ച സലഫുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹു തആലയെ കുറിച്ച് പറയുന്നുണ്ട്, മുഖം മറച്ചിട്ട് യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു അദ്ദേഹം എന്നാണ്. ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ പോലും വെട്ടാൻ മടിക്കുന്ന അത്രയും ആദരവുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നിട്ട് മുഖം മറച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട 10 സ്വഹാബത്തിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഇജ്അലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹ് കമാ അന്ന ലക്കും ഖബീഅതൻ മിനൽ അമലി സയ്യി. നിങ്ങൾക്ക് ആരും അറിയാത്ത, ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാൻ വെല്ലുവിളിക്കുകയാണ്, എന്നെ ഉൾപ്പെടെ നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റൂ സ്വകാര്യമായിട്ടൊരു പോരായ്മയും ഇല്ലാത്തവനാണ് ഞാനെന്ന്? സ്വകാര്യമായിട്ട് പോരായ്മകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പൊറുക്കലിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മൾ ഒരാരോടും പറയേണ്ട ആവശ്യമില്ല, അത് പടച്ച റബ്ബിനോടാണ് പറയേണ്ടത്. എന്നാൽ സ്വകാര്യമായിട്ട് കുറവുകൾ കൊണ്ടു നടക്കുന്ന നമ്മൾ, ആ കുറവുകൾ കൊണ്ടു നടക്കുന്ന നമുക്ക് എന്തെങ്കിലും സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന്, ആരും അറിയാത്ത എന്തെങ്കിലും ഒരു കർമ്മമുണ്ടോ? സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്, ഇജ്അലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹ്. നീ ആരും അറിയാത്ത ചില നന്മകളുടെ ഭാണ്ഡം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അത് നമ്മുടെ യാത്രക്കുള്ളതാണ്, അത് പരലോകത്തേക്കുള്ള യാത്രക്കുള്ളതാണ്. ദുനിയാവിലെ പ്രതിസന്ധിയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയാനുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നോക്കൂ നിങ്ങൾ, ഓരോ ആരാധനയും. ഖുർആൻ സൂറത്ത് അറാഫിന്റെ 55-ാമത്തെ ആയത്തിൽ പറയാം, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫിയ. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിനയത്തോടെ, താഴ്മയോടെ, ഖുഫിയ, വളരെ ഗോപ്യമായ നിലയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മദ്ഹ് പറഞ്ഞിട്ടാണ് സൂറത്ത് മറിയം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കാഫ് ഹാ യ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹം, അദ്ദേഹം അല്ലാഹുവിനോട് വളരെ സ്വകാര്യമായിട്ട് പറയാ, പടച്ചോനെ, എന്റെ തലയും താടിയും നരച്ചുപോയി റബ്ബേ, എന്റെ ആന്തരാവയവങ്ങൾ ദ്രവിച്ചുപോയി പടച്ചോനെ, എന്റെ ഭാര്യയാകട്ടെ ഒരിക്കലും പ്രസവിക്കില്ല പടച്ചോനെ, പക്ഷേ നിനക്ക് കഴിവുള്ളവനാണ് നീ, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് വളരെ ഗോപ്യമായിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു ഘട്ടവും നോക്കൂ, പരലോകത്ത് അർശിന്റെ തണൽ കൊടുക്കുന്ന വിഭാഗം, സബഅതു യുദില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത പരലോകത്ത് അല്ലാഹു തണൽ കൊടുക്കുന്ന 7 വിഭാഗം ആളുകളും ഇച്ഛയെ തോൽപ്പിച്ചവരാണ്. ഭരണം കൈയാടുമ്പോ സ്വന്തക്കാരോടൊരു പിരിശമില്ലാണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ ഞാൻ അവിടെ കൈമുറിക്കുമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഭരണാധികാരികൾ പിൻവാതിൽ നിയമനങ്ങൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഭരണത്തിലിരിക്കുമ്പോൾ നീതി പാലിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാമുൻ ആദിൽ, നീതി പാലിക്കുന്ന ഭരണാധികാരി എന്ന്. സ്വന്തക്കാരെ, സ്വന്തത്തിന്റെ ആൾക്കാരെ അങ്ങനെ നോക്കാണ്ട് എല്ലാവരോടും നിയമം നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരി, നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരി, അത് മനസ്സിനെ തോൽപ്പിച്ച ഭരണാധികാരിക്കേ സാധിക്കും. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, ആരുമില്ലാതെ തനിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അവൻ തന്റെ പാപങ്ങളോർത്ത് കണ്ണുകൾ നിറച്ച് പടച്ച റബ്ബിനോട് കരഞ്ഞു പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ല തിന്മകളും സംഭവിച്ചു പോയാൽ പോയി വുളൂഎടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കില്ല. ചെയ്തുപോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് സ്വകാര്യമായി ഏറ്റു പറഞ്ഞ് കരയുന്ന ആ കണ്ണ് നരകം സ്പർശിക്കില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വകാര്യതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നതി ഉറഫ തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ, ചില്ലുകൊണ്ടുള്ള ചില കൊട്ടാരങ്ങൾ സ്വർഗത്തിലുണ്ട്, ചില റൂമുകൾ, ഉറഫുകൾ പരലോകത്ത് സ്വർഗത്തിലുണ്ട്. പുറത്തുനിന്ന് അകത്തേക്കും അകത്തത് പുറത്തേക്കും കാണാൻ പറ്റും. ഒരാൾ ചോദിച്ചു, വഖാല അറബിയുൻ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആർക്കുള്ളതാണിത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, വാക്ക് നന്നാക്കിയവൻ, വഅതഅമ തുആം, ഭക്ഷിപ്പിച്ചവൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തവൻ, വഅദാമ സിയാം, നോമ്പ് കൃത്യമായി നിർവഹിച്ചവൻ, വസല്ല ലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം, ലോകം ശാന്തമായി കൂർക്കം വലിച്ചുറങ്ങുന്ന രാത്രിയിൽ എണീറ്റ് വുളുവെടുത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് നമസ്കാരം നിർവഹിക്കുന്ന, സുജൂദിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. സുഹൃത്തുക്കളെ, അയാളെ പടച്ചോൻ കൈവിടും? എന്നാലോചിക്കുകയാണ്. നമ്മൾക്കിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നടക്കുകയാണ്, ആലോചിച്ചിട്ട് തല നരച്ചു പോവാണ്. ലോകം ശാന്തമായി ഉറങ്ങുമ്പോൾ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പടച്ച റബ്ബിനോടുള്ള ഭയത്താലും പടച്ച റബ്ബിലുള്ള പ്രതീക്ഷയാലും പാർശ്വഭാഗത്ത് കിടപ്പറയിൽ നിന്ന് ഉയർത്തി വുളുവെടുത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന ഒരു മുഅ്മിനെ പടച്ചോൻ കൈവിടും? ഒരിക്കലും കൈവിടൂല. അതുകൊണ്ട് തന്നെ സ്വകാര്യമായിട്ട് സ്വന്തം കുടുംബം പോലും അറിയാതെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ വല്ലാത്തൊരു മഹത്വം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് നൽകുന്നത്. അപ്പൊ നമുക്കൊക്കെ ഉണ്ടായിരിക്കണം ഇങ്ങനെ പരസ്യമായുള്ള ഇബാദത്തുകളോടൊപ്പം രഹസ്യമായിട്ടുള്ള ഇബാദത്തുകളെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ റബ്ബ് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ 50-ാം അധ്യായം സൂറത്ത് ഖാഫിൽ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നരകം പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നരകം വിധിക്കപ്പെട്ട മനുഷ്യന്മാർ അള്ളാഹുവിന്റെ കോടതിയിൽ പിശാചുക്കളും അവരും തമ്മിൽ പരസ്പരം തർക്കിക്കുമ്പോൾ അള്ളാഹു പറയും, ലാ തഖ്തസിമു ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, മുന്നറിയിപ്പുകളെല്ലാം നേരത്തെ തന്നു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ വന്ന് ആരും തർക്കിക്കേണ്ടതില്ല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിദല്ലാമിൻ ലിൽ അബീദ്, എന്റെ വാക്കുകൾ മുൻകടന്നു. പിശാചിനെ അനുഗമിച്ചവർക്ക് നരകമുണ്ട് എന്ന വാക്ക് അത് മുൻകടന്നുപോയി. അതുകൊണ്ട് ഒരാളോടും ഞാൻ അന്യായം പ്രവർത്തിക്കുകയില്ല. യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂൽ ഹൽ മിൻ മസീദ്, അന്ന് നരകത്തോട് അല്ലാഹു ചോദിക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞുവോ? നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ പോന്നോട്ടെ എന്നാണ് നരകം പറയുന്നത്. നരകത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങളെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാമത്തെ ആയത്തിൽ പറയുന്നത്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, സ്വർഗ്ഗത്തെ വിദൂരത്തല്ലാത്ത വിധം ഏറ്റവും അടുത്തായ നിലക്ക് വിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് അടുത്തു കൊണ്ടുവരപ്പെടുമെന്നാണ്. വഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടി ഏറ്റവും അടുത്തായിട്ട് സ്വർഗം കൊണ്ടുവരപ്പെടും. ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അധികം മടങ്ങുകയും ജീവിതത്തിൽ രഹസ്യമായിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുകയും അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാവുകയും ഒക്കെ ചെയ്ത ആളുകൾക്കാണ് ഈ സ്വർഗ്ഗലോകം അല്ലാഹു ഒരുക്കി വെച്ചത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യമായി പടച്ച റബ്ബിനെ ഭയപ്പെടുക. വജാഅ ബിഖൽബിൻ മുനീബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് താഴ്മയുള്ള ഹൃദയത്തോടുകൂടി വരികയും ചെയ്ത ആളുകൾ, അവർക്കാണ് സ്വർഗം. ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്, സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനി മക്കളെക്കുറിച്ചോർത്ത്, സമ്പത്തിനെക്കുറിച്ചോർത്ത്, ആരോഗ്യത്തെക്കുറിച്ച്
കുറിച്ച് ഓർത്ത്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെക്കുറിച്ചും അയാൾ നിർവഹിക്കുന്ന തിട്ടൂരത്തെക്കുറിച്ചും ഓർത്ത്, ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഓർത്ത്, നഷ്ടകഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നീ ഒരിക്കലും വിഷമിക്കണ്ട. ഉദ്ഖുലൂഹാ ബിസലാമിൻ, സമ്പൂർണ്ണമായി സമാധാനത്തിന്റെ ലോകമിതാ നിന്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദാലിക യൗമുൽ ഖുലൂദ്, ഇനി ഒരിക്കലും അവിടെ നിന്ന് നീ പടിയിറക്കി വിടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, നീ ഉദ്ദേശിക്കുന്നതെല്ലാം നിനക്കവിടെയുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വർധനവും നിനക്ക് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, പടച്ച റബ്ബിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുക. ഹൃദയത്തിനകത്ത് തഖ്വയെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയത്തെ, ഖൗഫിനെ കൊണ്ടു നടക്കാൻ, സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, ധാരാളം പ്രതിഫലം നൽകുന്ന ആളുകൾ ആരാണ്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അദൃശ്യമായി ഭയക്കുന്ന. അല്ലെ, ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ സംഭവങ്ങളാണ്. ആട്ടിടയന്റെ കഥയും പാൽക്കാരി പെൺകുട്ടിയുടെ കഥയും. അവരൊക്കെ എന്താ നേടിയെടുത്തത്? രഹസ്യമായിട്ട് പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവരായിരുന്നു. സുഹൃത്തുക്കളെ, പാവങ്ങളായ ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ബാത്റൂമിൽ, നമ്മുടെ ക്യാമ്പസിന്റെ ഊടുവഴികളിൽ, നമ്മുടെ ഹോസ്റ്റൽ മുറികളിൽ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നുണ്ടോ? യാത്രയിലും, നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും, ഒറ്റക്കാകുമ്പോഴും, കൂട്ടത്തിലാകുമ്പോഴും, അറിയുന്ന പരിചയമുള്ള ആരുമില്ലെന്നുറപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഈമാനും നമ്മുടെ ചില കർമ്മങ്ങളും ഗോപ്യമായ നിലക്കുണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സ്വഹാബത്തിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇൻകാന റജുൽ ലഖദ് ജമഅൽ ഖുർആൻ വമാ യശ്ഉറു ബിഹി ജാറുഹു, സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും അറിയാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾക്ക് പോലും അതറിയുമായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടായിരുന്നു. വഇൻകാന റജുൽ ലഖദ് ഫഖിഹൽ ഫിഖ്ഹൽ കസീർ വമാ യശ്ഉറു ബിഹി നാസ്, ജനങ്ങൾ അറിയാതെ തിരിയായ കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് പാണ്ഡിത്യം നേടിയ ആളുകളുണ്ടായിരുന്നു. അയാൾ മഹാപണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോസ്റ്റർ ഇല്ല, അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഇല്ല. പണ്ഡിത എന്ന് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. പാമരന്മാരെ പോലും പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്ന ഈ കാലത്ത് പണ്ഡിതന്മാർ, പാണ്ഡിത്യം പോലും ആളുകൾ അറിയാതെ ദീനിയായ കാര്യത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകളുണ്ടായിരുന്നു. വഇൻകാന റജുൽ യുസല്ലി അസ്സലാ അത്വീല ഫീ ബൈതിഹി വഇൻദഹു അസ്സുവാർ വമാ യശ്ഉറൂന ബിഹി, വീട്ടിൽ വന്ന അതിഥികൾ പോലും അറിയാതെ ഒരുപാട് നേരം രാത്രി നമസ്കരിക്കുന്ന ആളുകളായിരുന്നു അവര്. വലഖദ് കാന മുസ്ലിമൂന യസ്തഹിദൂന ഫി ദുആ വമാ യസ്മഉ ലഹും സൗത്ത് വഇൻ കാന ഇല്ലാ ഹംസൻ ബൈനഹും വബൈന റബ്ബിഹിം അസ്സ വജൽ, ആരും അറിയാതെ ശാന്തമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ ശബ്ദം ഒരാൾ പോലും കേൾക്കുമായിരുന്നില്ല എന്നാണ് സഹോദരന്മാരെ നമ്മുടെ സലഫുകളെ കുറിച്ച് പറയുന്നത്. എത്ര ആളുകളുണ്ട്. ഒരാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡും കൊണ്ടുപോകും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങാടിയിലെ പാവങ്ങൾക്കത് വിതരണം ചെയ്യും. എന്നിട്ട് മഗ്രിബ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീട്ടുകാർ പോലും അറിയാതെ നോമ്പിലായിരിക്കും. വീട്ടുകാർ വിചാരിക്കുക അദ്ദേഹം ഉച്ചഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടല്ലോ എന്നാണ് വീട്ടുകാർ വിചാരിക്കുക. പക്ഷേ അദ്ദേഹം ആ ഭക്ഷണം ആളുകൾക്ക് ദാനം ചെയ്ത് തീർക്കുകയാണ് ചെയ്യുക. എത്രയോ ആളുകളുടെ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഖുർആൻ പറയും, തുബ്ദു സദഖ ഫനിഇമ്മാഹി വഇൻ തഖൂഹാ വതുതൂഹാ അൽഫഖറാ ഫഹുവ ഖൈറുൻ ലക്കും വയകഫിർ അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പരസ്യമായിട്ട് സദഖ കൊടുക്കുന്നത് നല്ലതാണ്. ഫനിഇമ്മാഹി, അത് നല്ലതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ IMBയുടെ കളക്ഷൻ പറഞ്ഞിരുന്നു. ഈ ആഴ്ച ഉണ്ടാവുന്നു. പുറത്ത് ബക്കറ്റുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതേ ആ ഒരു വികാരത്തിൽ ഇന്നും ആ ഒരു സംഗതി കൊടുക്കണം. പാവങ്ങളായ രോഗികൾക്കുള്ള ഭക്ഷണവും മരുന്നും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നൊരു സംവിധാനമാണ്. അതിൽ ജാതി മത സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുവായിട്ടുള്ള കലക്ഷൻ, പള്ളികൾക്ക് വേണ്ടിയുള്ള കലക്ഷൻ, പാവങ്ങൾക്ക് വേണ്ടിയുള്ള കലക്ഷൻ, എനിക്കിങ്ങനെ തോന്നുക ആഴ്ചക്കാഴ്ചക്ക് നമ്മൾ ഓരോ കലക്ഷൻ പറയുന്നതുകൊണ്ട് ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഉള്ളവർ കൊടുത്താൽ മതി, ഇല്ലാത്തവർ നല്ല ഒരു മനസ്സ് വെക്കുക. മനസ്സിലായില്ലേ? ഒരാൾക്ക് അള്ളാഹു ഇൽമു കൊടുത്തു, പൈസയും കൊടുത്തു. ഒരാൾക്ക് അള്ളാഹ് ഇൽമു കൊടുത്തു, പൈസ കൊടുത്തില്ല.
ആ ഇൽമും പൈസയും കൊടുത്ത ആള് ജനങ്ങൾക്ക് ഇടയിൽ ദഅവത്ത് നടത്തി ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടെ സമ്പത്ത് കൊണ്ട് ഒരുപാട് ദാനം ചെയ്യും. എന്നാൽ പണം കൊടുക്കാതെ വെറും ഇൽമു കൊടുത്ത ആള് ആളുകൾക്ക് ദീന് പഠിപ്പിച്ചിങ്ങനെ നടക്കും. പക്ഷെ മറ്റേ ആളെ കാണുമ്പോൾ അയാളങ്ങനെ ആഗ്രഹിക്കും, പഠിച്ചോനെ എന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അതുപോലെ ചിലവഴിക്കുമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് ഇവർ രണ്ടാളും ഒരുപോലെയാണ്. അതുകൊണ്ട് ആരും വിഷമവും തോന്നേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്ന ആളുകളും അവരുടെ സ്വന്തത്തിന് വേണ്ടിയല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്, മറ്റു സ്ഥാപനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തുല്യരാണ്. പറയുന്നവരും കൊടുക്കുന്നവരുമൊക്കെ ദീനീയായൊരു മസ്ലഹത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഖുർആൻ പറയാൻ, നിങ്ങൾ പരസ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. ഇനി വഇൻ തുഖ്ഫൂഹാ വതുഅതുഹൽ ഫഖറാ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങളത് ഗോപ്യമാക്കി വെക്കുകയും പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഏറ്റവും ഉത്തമകരമായ കാര്യമാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് ഈ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുണ്ടാവണം. നിസ്കാരങ്ങളായിട്ട്, സദഖകളായിട്ട്. എത്രയോ ആളുകളുണ്ട് അങ്ങനെ ആരും അറിയാതെ ഒരുപാട് വീടുകളിൽ മരുന്നെത്തിച്ചു കൊടുക്കുന്ന, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, വീടുകൾ കയറ്റിക്കൊടുക്കുന്ന, സ്വന്തം സമ്പാദ്യത്തിനെ 3 ആക്കി ഭാഗിച്ച് ഒരു ഓഹരി പാവങ്ങൾക്ക് വീതം വെച്ച മഹാമനുഷ്യനെ അയാളുടെ തോട്ടം നനക്കണമെന്ന് അല്ലാഹു കാർമേഘങ്ങളോട് പറഞ്ഞു. ഇസ്ഖി ഹദീഖത ഫുലാനി, ഇന്ന ആളുടെ ഹദീഖത്ത് തോട്ടത്തെ നീ നനക്കണമെന്ന് കാർമേഘത്തോടൊരു ആജ്ഞാപനം. പേര് കേട്ട് അയാളെ മഴ പെയ്ത വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ പോയി ഒരു മനുഷ്യണ്ട് ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് വെള്ളം ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പൊ ചോദിച്ചു, എന്താ പേര് ചോദിച്ചു. എന്നതാണ് പേര്. എന്താ ചോദിക്കാൻ കാരണം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കാർമേഘത്തിൽ നിന്ന് താങ്കളുടെ പേര് കേട്ടു, എന്താണ് താങ്കൾ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തന്റെ വിളവെടുപ്പിന്റെ സമയത്ത് 3 ആക്കി ഭാഗിക്കും. ഒന്ന് അദ്ദേഹത്തിന് കുടുംബത്തിന് ഭക്ഷിക്കാൻ, ഒന്ന് അടുത്ത തവണ വിത്ത് വിതക്കാൻ, 3-ാമത്തെ ഭാഗം പാവങ്ങൾക്കാണ് അദ്ദേഹം മാറ്റിവെച്ചത്. 9,000 റുപ്യ സാലറി ഉണ്ടെങ്കിൽ 3,000 അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, 3,000 അക്കൗണ്ടിലേക്ക്, 3,000 പാവങ്ങൾക്ക്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കണക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തെ നനക്കണമെന്ന് അള്ളാഹുവിന്റെ ആജ്ഞാപനം. അതുകൊണ്ട് പല വിധത്തിൽ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധന, സമ്പത്ത് കൊണ്ട് നിർവഹിക്കുന്ന ആരാധന, നാവുകൾ കൊണ്ട് നിർവഹിക്കുന്ന ആരാധന, ഇതൊക്കെ ഗോപ്യമായ നിലക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്യമായി നമ്മൾ ചെയ്യുന്നുണ്ടാവും ചിലതൊക്കെ. അതിൽ നമ്മൾ ആളുകൾ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ആളുകൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടും അള്ളാഹു തന്ന നിഅമത്ത് പറയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. എന്നാൽ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നമുക്കുള്ള ഗുണം അല്ലാഹുവുമായിട്ട് വല്ലാതെ അടുക്കാൻ നമുക്ക് പറ്റും. ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാവും. ആൾക്കാർ എന്നുള്ളതൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. പിന്നെ പടച്ചോനെന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇഖ്ലാസ് ഉണ്ടാക്കാൻ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം, സന്തോഷം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പടച്ചോന്റെ ആ ഒരു നമ്മൾ പടച്ചോനിലേക്ക് അടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും അത് വേറെ തന്നെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളാണ് ഒരു മനുഷ്യന്റെ എല്ലാ പതനത്തിന്റെയും അടിസ്ഥാനം. എന്നാൽ രഹസ്യമായി ചെയ്യുന്ന നന്മകളാണ് ഒരു മനുഷ്യൻ ദീനിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള കാരണമായി വർത്തിക്കുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ജുമയുടെ ഒരു ചുരുക്കമെന്ന് പറഞ്ഞാൽ, തിന്മകൾ ഗോപ്യമാക്കി വെക്കുന്ന നമ്മൾ ആ തിന്മകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാകാനും, നന്മകളെ പരസ്യപ്പെടുത്തുന്ന നമ്മൾ നന്മയെ പരസ്യപ്പെടുത്താതെ പരമാവധി ഗോപ്യമാക്കി പടച്ചറബിന്റെ മാർഗത്തിൽ ചെയ്യാനും, പരസ്യമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥത മനസ്സിൽ നിറച്ചുവെച്ചുകൊണ്ട് പരസ്യമായിട്ട് നിർവഹിക്കാനും നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഖുതുബയുടെ ഒരു ചുരുക്കം. പടച്ചറബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഖൈറും ബറക്കത്തുമുള്ളൊരു ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അല്ലാഹു പൂവണിക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളെയും ക്ഷമിക്കാനുള്ള മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഹറാമുകളോടും അല്ലാഹു നമുക്ക് വെറുപ്പുണ്ടാക്കി തരുമാറാവട്ടെ. എല്ലാ അബദ്ധങ്ങളുടെയും വഴിയിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും തടഞ്ഞു വെക്കുമാറാവട്ടെ. പടച്ചറബിന് ഇഷ്ടപ്പെട്ട അവന്റെ നല്ല ദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സന്തോഷവും ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫാവിനെ ആജിൽ സമ്മാനിക്കട്ടെ. കടം കൊണ്ടും മാനസികമായും ശാരീരികമായും കുടുംബപരമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. വയനാട്ടിലും മറ്റുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും രക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നും ഫലസ്തീനികൾ കണ്ണീരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനമുള്ളൊരു ജീവിതം നൽകുമാറാവട്ടെ. അവരുടെ രക്തത്തിൽ ആനന്ദ നൃത്തമാടുന്ന ഇസ്രായേലിന് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വഴിയിൽ അഹോരാത്രം അധ്വാനിക്കാനുള്ള
നല്ല മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആടുകളുടെ മുന്നിൽ മാന്യന്മാരായി ജീവിക്കുന്ന നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ മാന്യന്മാരായി ജീവിക്കാൻ പറ്റിയ തെളിഞ്ഞ രഹസ്യ ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.